എടോ നായരെ, ഇയാളവിടെ പോയി കിടന്നു. ഇങ്ങോട്ട് പാടും. അങ്ങും തന്നെ വിളിച്ചായിരുന്നോ? താൻ എവിടെ ആയിരുന്നു? ഇങ്ങോട്ട് പാടും. അപ്പുറത്തെ പണി ഉണ്ടായിരുന്നോ മോനെ? അതാ വിളിച്ചത് കേൾക്കാൻ. എടോ ഈ മരപ്പണിക്കാരെവിടെ പോയിടോ? ഒരാഴ്ചയായി വന്നിട്ട് മുൻപറ്റായി കുറച്ച് പൈസ വാങ്ങിപ്പോയിട്ടുണ്ട്. അതാ കുഴപ്പം. കയ്യിലുള്ള കാശും തീർന്ന് കടമാകുമ്പോ പിന്നെ അവന്മാര് വരും. അത് ശരിയാ. മുൻകൂറായി ഒറ്റ പൈസ കൊടുത്തു പോരും. കൊടുക്കത്തില്ല കേട്ടല്ലോ. ഇവിടെ തെക്കെവിടെ തേങ്ങയുടെ പൈസ ഇല്ലല്ലോ ഇതിൽ. ഇല്ലയോ? നോക്കട്ടെ. എവിടാ? ഓക്കെ. അതെ, തെക്കേവിളയിലെ തേങ്ങ ഇതുവരെ ഇട്ടിട്ടില്ല. അതെന്താടോ? അതാ കേശവൻ തണ്ടാര് കിടപ്പില. അയാളുടെ മോൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അത് ശരി. താൻ എന്താ ഇതേവരെ എന്നോട് പറയാഞ്ഞത്? അത് പിന്നെ അങ്ങനെ എന്തോട് സത്യത്തി ഞാൻ അതങ്ങ് മറന്നുപോയതാ. എന്തോടോ? അല്ലേലും ഇയാൾക്ക് ഇച്ചിരി മറവി കൂടുതലാക്കോ? അങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പാടൂ? അല്ലങ്ങുന്നേ, നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇനി തോഴേ നാളില്ല. അതിനെന്താടോ കോന്നം നായരെ? അല്ല, ആന എഴുന്നള്ളിക്കണ്ടേ? അതിന്? ഓ, ഞാനതങ്ങ് മറന്നു. ശരിയാണല്ലോടോ നായരെ. നമ്മളാ ആനയെ തിരക്കി പറഞ്ഞു വിട്ടവന്മാരെയും കണ്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആനയുടെ അഡ്വാൻസ്, ചെലവ്, മറ്റേത് മറിച്ച എന്നും പറഞ്ഞ് അവന്മാർ കുറെ പൈസ വാങ്ങിക്കൊണ്ട് പോയി. അത് ശരിയാണല്ലോ. അതിനെന്താടോ ഇനിയൊരു വഴി? തനക്ക് വല്ല വഴിയുണ്ടോ? എനിക്കൊരു പിടിയില്ല തമ്പുരാനെ. അതെന്താ, തന്റെ പിടിവിട്ട് പോയോ? എടോ നായരെ, എന്തോ അങ്ങുന്നേ? അവന്മാരിനി മുങ്ങിയതാണോ? അങ്ങനൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല നായരെ. ഈ വന്ന കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കാൻ പാടില്ല. എടോ നായരെ, നമുക്കൊരു ആനയെ വാങ്ങിച്ചാലോ? അതിനൊക്കെ ഒത്തിരി പൈസ വേണ്ടേ അങ്ങുന്നേ? ഇവിടുത്തെ കാര്യമാണെങ്കിൽ പരിങ്ങലിലുവാ. അതിനൊരു വഴിയുണ്ട്. എന്താങ്ങുന്നേ? നമുക്ക് ആ തെക്കേവിളങ്ങ് വിൽക്കാം. തേങ്ങയോ കിട്ടുന്നില്ല. അത് വേണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ പോരെ? എന്തോന്ന് ആലോചിക്കാൻ? എടോ, ആന മെരിഞ്ഞാൽ തൊഴുത്ത് കിട്ടൂ. അതില്ല. എന്നാലും ഇവിടെ ചില ഏഭ്യന്മാർക്ക് ചില തോന്നലുണ്ട്. വലിയ വീടങ്ങ് ശോഷിച്ചു പോയെന്ന്. ശരിയാങ്ങുന്നേ, അങ്ങനെയൊരു സംസാരം ഉണ്ട്. ആ, അതാ പറഞ്ഞേ. അവന്മാരൊന്ന് കാണട്ടെ ഈ മുറ്റത്തൊരു ആന നിൽക്കുന്നത്. എന്നാ നമുക്ക് ആനയെ വാങ്ങിയാലോ അങ്ങുന്നേ? താൻ വാങ്ങിക്കൂ? ഇല്ല, അങ്ങൊന്ന് വാങ്ങിക്കണം. എന്നാ നമുക്കന്ന് വേണ്ട. കേട്ടല്ലോ, ഞാൻ വാങ്ങിക്കും. അല്ല, പറഞ്ഞു വന്നപ്പം അങ്ങനെ പോയതാ. ഇയാളങ്ങനെ ആക്കണ്ട കേട്ടോ. ഇടോ, താനകത്തി എന്നിട്ട് ഫോൺ എടുത്ത് ഇളയവനെ ഒന്ന് വിളിക്കുക. എന്തോ പറയണം? ഇടോ, ഞാൻ വിളിക്കുന്നത് വേണോ? ആനയുടെ കാര്യം പറയാനാണോ? ഊനയുടെ കാര്യം പറയാം. പോയി വിളിക്കണോ. എടോ, കുഞ്ഞുണ്ണി എന്തി? ഇന്ന് അവനെ കണ്ടില്ലല്ലോ. ഇന്ന് ഞാനും കണ്ടില്ല. കുറെ കല്ലും പറക്കി ആ തെറ്റാലി കൊണ്ട് നടപ്പാ എപ്പോഴും. നിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ദാഷാണി. എന്തോ പറ്റി? അങ്ങന്ന് എന്നെ കാണാഞ്ഞിട്ടാ. ഞാൻ കാണുന്നുണ്ട് അങ്ങന്നെ. എടി, നിന്റെ കെട്ടിയും വരാറുണ്ട്? ഓ, വല്ലപ്പോഴും വരും. വന്നാ പിന്നെ പൂഹില. പൂഹിലോ? എന്തോ? ഒന്നും പറയണ്ട അങ്ങന്നെ.
എന്നും ചീത്തവിളിയും ബഹളം കുടിച്ച് കൂത്താടിയേ വരുന്നേ. ആ എൻ്റെ വിധി. ഇനി അവൻ വരുമ്പോഴേ എന്നെ ഒന്ന് കാണാൻ പറ, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ആ കൊള്ളാം കൊള്ളാം, അങ്ങന്നെ പേരുവാനാ എന്നെ എടുത്തിട്ട് അടിക്കുന്നത്. ഓഹോ ഷെടോ, അത് കൊള്ളാമല്ലോ. അവനെ ഞാനൊന്ന് കാണട്ടെ. അയ്യോ വേണ്ട, അങ്ങനെ ചോദിക്കുന്ന അങ്ങനെയും ചീത്ത വിളിക്കും അയാള്. ആ വിളിക്കും, അവൻ്റെ സൂക്ക് കഴിയാൻ തീർക്കും. അതൊക്കെ പോട്ടെ, നീ കുഞ്ഞുണ്ണിയെ കണ്ടോ? കുറച്ച് ദിവസമായിട്ടേ കുഞ്ഞുണ്ണിയുടെ കാര്യം പറയണം എന്ന് വിചാരിക്കുക. അതെന്തോ അങ്ങനെ ഞാൻ ഓരോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ കുഞ്ഞുണ്ണി അന്നേരം കുഞ്ഞുണ്ണിയുടെ കയ്യിലൊരു കുന്ത്രാണ്ടം ഉണ്ടല്ലോ, അത് ഈ മുട്ടൻ കല്ല് വെച്ചാ അടിക്കുന്നത്. ആരാ കുഞ്ഞുണ്ണിയോ? നീ പോടിക്കണം പറയാതെ. അല്ലങ്ങുന്നേ, ഞാൻ സത്യപ്പാനെ. ആ കുന്ത്രാണ്ടത്തിന്റെ പേരെന്തുവാ? എടി അതാ തെറ്റാലി, അത് കാക്ക ഓടിക്കാനാ. എന്തുവായാലും ഭയങ്കര വേദനയാ. പോട്ടെ, സാരമില്ല, ഞാൻ തടവണോ? പോണേ, അവൻ കുഞ്ഞല്ലയോ, അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്തോണ്ട് ചില്ലറ കുരുത്തക്കേടൊക്കെ ഉണ്ട്. നീ ആണെങ്കിൽ മറന്നു കളയുന്നേ. ആ കുഞ്ഞാ, അവനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് താമരപ്പൂ വിച്ച് തരാന്ന് പറഞ്ഞ് പോയേക്കുവാ. ആ ഇത് ജോലി കിടക്കുന്നു. അങ്ങുന്നേ, അതെ ഞങ്ങൾ പാവങ്ങളാ. പക്ഷേ എൻ്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഞാൻ സഹിക്കത്തില്ല. നിങ്ങളിൽ ഏത് കൊമ്പത്തെ ആളായാലും ശരി. രാഘവ, എന്താ പറ്റി? താൻ പറ. ഇനി എന്തോ പറ്റാനാ? നിങ്ങൾക്ക് കണ്ണു കാണത്തില്ലയോ? എൻ്റെ കൊച്ചിൻ്റെ തലയടിച്ച് പൊട്ടിച്ചത്. താൻ എന്താ പറയുന്നത്? ഇത് ആരടിച്ചു പൊട്ടിച്ചെന്നാ? മോൻ എന്താ പറ്റിയത്? ആര്? ആരാ? നിങ്ങളുടെ കൊച്ചുമോൻ അല്ലാതെ ആരാ? കൊച്ചുമോനോ? അവനെ വിളിച്ച് ചോദ്യം. ഈശ്വര, എന്തോ പറയാനാ? ഒരു തെറ്റാലിയുണ്ട്, എന്നും പരാതികളും പ്രശ്നങ്ങളുമാണ്. എടോ നായരെ, ഇങ്ങോട്ട് പാടൂ. ഇവരെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ എടുത്തു കൊടുക്കടേ. വേണ്ട വേണ്ട, എനിക്ക് എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുവന്നതിന് അവിടെ ഔദാര്യമൊന്നും വേണ്ട. അതിനല്ല ഇങ്ങോട്ട് വന്നത്. പിന്നെ തമ്പുരാന്മാരുടെ കാലമൊക്കെ എന്നേ കഴിഞ്ഞു, അതോർത്താ കൊള്ളാം. വേടാ മോനെ, വാ. എന്തൊരു നാണക്കേടായത്. എടോ നായരെ, അങ്ങുന്നേ, കുഞ്ഞുണ്ണി കീഴടയായി കുരുത്തക്കേട് കൂടുതലാ. അതും ആ തെറ്റാലി കിട്ടിയ പിന്നെ. താൻ അവനെ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ എവിടെ പോയി നിൽക്കാനാ? ആ അമ്പലച്ചെല്ലാം പോയി നോക്ക്. ദാക്ഷായണി പറഞ്ഞ അവൻ അങ്ങോട്ട് പോയെന്ന്. ആണോ? അവനവൻ്റെ ഒരു തെറ്റാലി. എന്തോ പറയാനാ ചെറുക്കൻ്റെ കാര്യം. ആരാടി? കുഞ്ഞുണ്ണി, 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 കുഞ്ഞുണ്ണി. എന്തുവാ നമ്മുടെ കുഞ്ഞുണ്ണി? കുഞ്ഞുണ്ണി താൻ വിളിച്ചിട്ട് വന്നില്ലേ? നമ്മുടെ കുഞ്ഞുണ്ണി എന്ത് പറ്റിയെന്ന് പറ. നമ്മുടെ കുഞ്ഞുണ്ണി അമ്പലക്കുളത്തിൽ എന്തുവാടോ താനി പറയുന്നേ? എന്റെ കുഞ്ഞുണ്ണി കണ്ടോ? ഇല്ല കുഞ്ഞെ, ഒത്തിരി ആളുകൾ തിരയുന്നുണ്ട്. എന്റെ കുഞ്ഞുണ്ണി കുഞ്ഞെ, ഇത് അമ്പലപ്പുഴയിൽ നിന്ന് കിട്ടിയതാ. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിയുടെ എന്റെ കുഞ്ഞുണ്ണി. അങ്ങനെ 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 അങ്ങനെ